ഇന്ന് മലയാളികളെക്കുറിച്ച് തന്നെ ആകട്ടെ ഒരു ചർച്ച. മലയാളികളെക്കുറിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുമ്പോഴോ മറ്റു രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോഴോ ഒക്കെ നമ്മളെക്കുറിച്ച് പൊതുവെ ചില കൺസെപ്റ്റുകൾ ഉണ്ട്. അത് ദോഷകരമായ കൺസെപ്റ്റുകളാണ് കൂടുതലും പറയാറുള്ളത്. നമുക്ക് ഭൂമിശാസ്ത്രപരമായി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഭാഗമാണ്. കാരണം വെച്ചാൽ നമുക്കൊരു എക്സ്ട്രാ കോട്ടൊന്നും ഇടേണ്ട കാര്യമില്ല. മഴയും മഞ്ഞും വെയിലും എല്ലാം അതിൻ്റെ കറക്റ്റ് അനുപാതത്തിലാണ്. ഇപ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യയിലെ രാജസ്ഥാൻ മരുഭൂമിലോട്ട് ചെന്നാൽ അവിടെ നല്ല ചൂടാണ്. തമിഴ്നാട്ടിൽ ചെന്നാലും ഒരു വരണ്ട ചൂടുണ്ട്. നമുക്ക് മറ്റ് ഭൂമിയുടെ പല ഭാഗങ്ങളിൽ ചെന്നാലും നമുക്ക് ഒരു എക്സ്ട്രീം ക്ലൈമറ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ മലയാളികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കിങ്ങനെ ഒരു എക്സ്ട്രീം ക്ലൈമറ്റോ ഒന്നും ഇല്ലാത്തതിനാൽ നമ്മളൊരു സുഖലോലുപരായിരുന്നു. നമുക്ക് ആവശ്യത്തിന് വെള്ളമുണ്ട്, കൃഷി ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പണ്ട് പോലെ ഉള്ളതുകൊണ്ട് ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേക സ്ഥലമായി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയാണ്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഒക്കെ വളരെ കൂടുതലാണ്. പക്ഷേ നമുക്ക് ഈ അടുത്ത കാലത്ത് നമ്മൾ ആരോഗ്യപരമായ ഇൻഡെക്സുകളിലും എല്ലാം വളരെ മുൻപന്തിയിലാണ്. യുഎൻ്റെ സ്റ്റഡിയിലും ഒക്കെ ആയിരുന്നു ഒരു യൂറോപ്യൻ കൺട്രിയുടെയൊക്കെ നിലവാരത്തോട് കിടപിടിക്കുന്ന ഒരു സ്ഥലമെന്നൊക്കെ നമ്മൾ അഭിമാനിച്ചിരുന്നു. പക്ഷേ നമ്മൾ ഈ അടുത്തൊരാഴ്ചയായിട്ട് നമ്മളിതിനെല്ലാം ഈ ആരോഗ്യ സൂചികൾ ഉൾപ്പെടെ എല്ലാം വളരെ പുറകോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെക്കുറിച്ച് പൊതുവെയുള്ള കുറച്ച് സ്വഭാവ സവിശേഷതകൾ, 12ഓളം സ്വഭാവ സവിശേഷതകൾ ഞാനൊന്ന് എണ്ണി പറയാനായിട്ട് ശ്രമിക്കുന്നത്, മറ്റുള്ളവർ പറഞ്ഞതും കേട്ടതും അതുപോലെ പല ബുക്കുകൾ എഴുതുന്നതും ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ടും ഒക്കെ കണ്ടെത്തിയതാണ്. ഒന്നാമതായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വളരെയധികം ഈഗോ ഉള്ള മനുഷ്യരെന്നാണ്. ഈഗോ എന്ന് വെച്ചാൽ അഹംഭാവം ഉള്ള മനുഷ്യരെന്നുള്ളതാണ് നമ്മളെക്കുറിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായം. അത് ഒരു പരിധിവരെ ശരിയുമാണ്. നമ്മളിപ്പം തമിഴ്നാട്ടിലെ ഒരു KSRTC ബസ്സിലോ, അതിൽ ഒരു കർണാടകത്തിലെ KSRTC ബസ്സിലോ, ഒരു ആന്ധ്രയിലെ KSRTC ബസ്സിലോ ഒക്കെ കയറി കഴിഞ്ഞാൽ, ആന്ധ്രയിൽ APSRTC എന്ന് പറയും, ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അവിടെ കയറി കഴിഞ്ഞാൽ വളരെ പൊളൈറ്റായിട്ട് പെരുമാറുന്ന ഡ്രൈവറെയും കണ്ടക്ടറെയും ഒക്കെ നമ്മൾ കണ്ടു. നമ്മൾ പക്ഷേ അത് തന്നെ ഒരു ഇൻഡിസസ് ആണ്. ഒരു പൊതുഗതാഗത സംവിധാനത്തിൽ തന്നെ ഒരു കണ്ടക്ടറുടെയും ഒരു ഡ്രൈവറുടെയൊക്കെ ഒരു അഹംഭാവം നിറഞ്ഞ ചിരിച്ചു പെരുമാറുന്ന ഒരു കുറവൊന്നുമില്ല. പക്ഷേ അമ്മയെ തായി എന്നൊക്കെ വിളിച്ചുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ വളരെ ബഹുമാന പുരസ്സരം അവരുടെ ജോലിയുടെ ഭാഗമാണ്, അവർക്ക് അന്നം കൊടുക്കുന്നത് നമ്മളാണെന്നുള്ള രീതിയിലാണ് നമ്മളെ ട്രാൻസ്പോർട്ട് ബസ്സിലേക്കൊക്കെ വിളിച്ചു കയറുന്നത്. അത് ഏത് സർക്കാർ സംവിധാനങ്ങളിൽ ചെന്നാലും നമുക്കിതെല്ലാം കാണാം. ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റികൾ, അപ്പോൾ തമിഴ്നാട്ടിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അവിടെ വെൽക്കം ചെയ്തിരുത്തി അത് വിശദീകരിച്ച് തരാൻ, ചായ തന്ന് നമ്മളെ സ്വീകരിക്കാൻ, നമ്മളായിട്ട് ആദ്യം ഒരു പരിചയം പോലും അഡ്മിഷൻ എടുക്കുമെന്ന് പോലും അറിയത്തില്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങളുള്ള തമിഴ്നാട്ടിലും ഒക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അറിയാം. അത് അനുഭവങ്ങളൊക്കെ പലരും പറഞ്ഞിട്ടുള്ള. അതുപോലെ സർക്കാർ സംവിധാനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൊക്കെ തുടങ്ങാൻ തിന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഹെൽപ്പുകൾ, അതിൻ്റെ പുറകെ അത് പൂർത്തീകരിക്കുന്ന വരെ പുറകെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ, അങ്ങനെയൊക്കെയുള്ള ഒരു നാടാണ്. അപ്പം ഈഗോ വളരെ കുറഞ്ഞ ലെവലിൽ നിന്നുകൊണ്ട് ആൾക്കാരെ സെർവ് ചെയ്യുന്ന ഒരാൾക്കാരും, ജനങ്ങൾക്ക് പൊതുവെ ഈഗോ കുറവാണെന്ന് എല്ലാവരും പറയുന്നു. നമ്മുടെ കേരളത്തിൽ പക്ഷേ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ജനങ്ങൾക്കുൾപ്പെടെ എന്താടാന്ന് പറഞ്ഞാൽ വാടാ എന്ന് പറയുന്ന രീതിയിലുള്ള വളരെയധികം ഈഗോ സ്റ്റേറ്റ് ഉണ്ട്. നമ്മളെ അത് വൂണ്ട് ചെയ്യപ്പെടുന്നു. ആ രീതിയിലാണ് നമ്മുടെ പെരുമാറ്റങ്ങളും എല്ലാം, കൂടുതൽ മെജോറിറ്റിയുടെ പെരുമാറ്റങ്ങൾ അതാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവർ നോട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ അത് ഒന്നാമത് അതൊരു പ്രധാന പോയിന്റാണ്. നമ്മുടെ ഈഗോ സ്റ്റേറ്റ് നമ്മൾ അത് വിദ്യാഭ്യാസ രീതിയിൽ ആണെങ്കിലും നമ്മളത് കീപ്പ് എവരി പേഴ്സൺ അസ് യു കംസ് ഇൻ ടു കോൺടാക്ട് അസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഓൺ എർത്ത്. നമ്മൾ ലോകത്തിൽ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയെ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് കരുതി അംഗീകരിക്കുകയും ചെയ്യും. അതൊരു ഭിക്ഷക്കാരനാണെങ്കിൽ പോലും നമ്മൾ പക്ഷേ അധികാരമുള്ളവരോട് വേറെ രീതി പെരുമാറുന്നു, അല്ലെങ്കിൽ അധികാരമില്ലാത്തവരോട് വേറെ പെടുന്നു, പണമുള്ളവരോട് വേറെ രീതി പെരുമാറുന്നു. അങ്ങനെ ഒരു ഡിഫറൻസ് വളരെയധികം കാണുന്നു എന്നൊക്കെയാണ് മറ്റുള്ളവർ പറയുന്നത്. അപ്പോൾ ഈഗോ സ്റ്റേറ്റ് വളരെ ഹയറാണ്. അപ്പോൾ അത് നമ്മൾ കുറയ്ക്കണം. നമ്മളെ പരസ്പരം ബഹുമാനത്തോടു കൂടി പെരുമാറുന്ന ഒരു സ്ഥലമായിട്ട് മാറണം. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഈഗോ സ്റ്റേറ്റുകളിൽ വന്നിട്ട് വളരെയധികം പ്രശ്നമുണ്ടാകുന്നത്. ഇത് നമ്മുടെ കരിക്കുലത്തിലും പാഠപദ്ധതികളും എല്ലാം നമ്മൾ മാറ്റി അവരെ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള എല്ലാ ജനങ്ങളെയും പഠിപ്പിക്കണം. നല്ല സ്നേഹത്തോടു കൂടി ചിരിച്ചുകൊണ്ട് നമ്മുടെ വിഷമം പ്രൊഫഷണലായിട്ട് തന്നെ നമ്മൾ സമൂഹത്തിൽ പെരുമാറാനായിട്ട് പഠിക്കും. പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷമങ്ങളോ പ്രയാസങ്ങളുണ്ട്, അത് പുറമേ കാണിക്കാതെ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ തന്നെ ആയാലും കുഴപ്പമില്ല, ഏറ്റവും നന്നായിട്ട് ആൾക്കാരോട് പെരുമാറുക, ഈഗോ സ്റ്റേറ്റുകൾ കുറയ്ക്കുകയും അത് എല്ലാവരും പെരുമാറി തുടങ്ങുമ്പോൾ ആ ഈഗോ സ്റ്റേറ്റ് കുറയുമ്പോൾ നല്ല ഒരു പെരുമാറ്റ രീതി സമൂഹത്തിൽ പ്രതിഫലിക്കപ്പെടും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പബ്ലിക് ട്രാൻസ്പോർട്ട് മുതൽ അത് ഏത് സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളോ പ്രൈവറ്റ് സ്ഥാപനങ്ങളോ ഒക്കെ ആയിക്കോട്ടെ, അത് പൊതുവെ ഒരു പെരുമാറ്റ രീതി നമുക്ക് കുറവാണെന്നുള്ള ഒരു അഭിപ്രായം ഉണ്ട്. അത് നിങ്ങൾ സമ്മതിക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം തോന്നുന്നൊരു കാര്യമാണ് ആ ഈഗോ സ്റ്റേറ്റ് എന്നുള്ള കാര്യം. നമ്മൾ കുറയ്ക്കണം. നമ്മൾ മറ്റുള്ളവരെ സെർവ് ചെയ്യാനായിട്ട് കൂടുതൽ ശ്രമിക്കണം. നമ്മളുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനെക്കാട്ടിൽ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കണമെന്നല്ല, പക്ഷേ ഈ ഒരു ഈഗോ സ്റ്റേറ്റ് ഉണ്ടെന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. രണ്ടാമത് ആൽക്കഹോൾ, ഡ്രഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ മുൻപന്തിയിൽ വരുന്നു. കാര്യം എന്ന് വെച്ചാൽ
റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാതാകുമ്പോഴാണ് ആൽക്കഹോളിസം എന്നൊക്കെ പറയുന്നത്, മദ്യാസക്തി എന്നൊക്കെ പറയുന്ന ഒരു രോഗാതുരതയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മുൻപന്തിയിലാണ്. നമ്മളിപ്പോൾ ഹിമാചൽ പ്രദേശിലോ മറ്റു സ്ഥലങ്ങളിലോ പോകണമെങ്കിൽ അവിടെ എല്ലാം നമ്മളെ കാട്ടി പകുതി വരയ്ക്ക് മദ്യവും എല്ലാം കിട്ടുന്നുണ്ട്. അതെല്ലാം കടകളിൽ വെച്ചിരിക്കുന്നത് കാണാം. ആരും ഇവിടെ നിന്നും ക്യൂ നിന്നൊന്നും കുടിക്കുന്നതൊന്നും കാണുന്നില്ല. അപ്പോൾ അൺറിയാലിറ്റിയിൽ ജീവിക്കാനുള്ള താല്പര്യം, റിയാലിറ്റി എന്തോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ, മറ്റുള്ളവരെ കണ്ടുകൊണ്ട് എപ്പോഴും ഉയർന്നത് മാത്രം നോക്കുന്നു നമ്മൾ. അതുകൊണ്ട് ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് വന്ന് എന്തൊക്കെയോ കുറവുള്ളവരാണ്, അതുകൊണ്ട് ബോധം കെട്ടുറങ്ങുക എന്നുള്ളൊരു രീതിയിലാണ് ആൽക്കഹോളിസം. നമ്മുടെ പ്രധാന വരുമാനവും ആൽക്കഹോളും അതുപോലെ ലോട്ടറിയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മറ്റൊരു സംസ്ഥാനത്ത് നമ്മൾ ഇതാ കാണത്തില്ല. ഇങ്ങനെ വരി നിന്ന് ഇത്രയും വലിയ ലോങ് വരി നിന്ന് കുടിക്കുന്ന ആൽക്കഹോളൊക്കെ അടിച്ച് പത്തരായി കിടക്കുന്ന ഒരു ജനത. ഇത് നമ്മുടെ സമൂഹത്തിന്റെ എന്തൊരു കുഴപ്പമാണ്, കേരളത്തിന്റെ മാത്രം ഒരു കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ അടുത്തേക്ക് ഹിമാചലിലൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ മദ്യഷാപ്പുകളെല്ലാം എത്ര ഹൈ വെറൈറ്റിയിലും ലോ വെറൈറ്റിയിലും ഒക്കെ മദ്യഷാപ്പുകളൊക്കെ തുറന്നിരിക്കുന്നത്. പക്ഷെ ആരും അവിടെ വരി നിന്ന് വാങ്ങിച്ചു കുടിക്കുന്നതായിട്ടൊന്നും കണ്ടില്ല. അത് കേരളത്തിലെ മാത്രമാണ്. തമിഴ്നാട്ടിലും അത് ഇടയ്ക്ക് ബാൻ ചെയ്തു. തമിഴ്നാട്ടിൽ ഇത്രത്തോളം ഇല്ല. കർണാടകത്തിലും ഞാൻ താമസിച്ചാണ്, അത്രത്തോളം ഒന്നും കണ്ടിട്ടില്ല. മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെയാണ്. വിദേശ രാജ്യങ്ങളിലെ കാര്യം പറയേണ്ട കാര്യമില്ല, അവിടെയൊന്നുമില്ല. പക്ഷേ ഇത് നമുക്കൊരു രോഗാതുരതയുടെ ഭാഗം കൂടെയാണ്. നമ്മൾ മനസ്സിലാക്കി ഇതിനെന്തെങ്കിലും ചെയ്യണം. അൺറിയാലിറ്റിയിൽ ജീവിക്കുക. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ ഇഷ്ടമില്ലാതാകുമ്പോഴാണല്ലോ ആൽക്കഹോളിസത്തിലേക്കൊക്കെ തിരിയുന്നത്. ഇതൊരു നമ്മൾ മനഃശാസ്ത്ര പഠന വിഷയം കൂടെയാണ്. ഇത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. കേരളത്തിൽ ഇത് വളരെ കൂടുതലല്ലേ എന്നുള്ള ഒരു കാര്യം. അടുത്തതായിട്ടെന്ന് പറയാനുള്ളത് ഫാസ്റ്റ് ഫുഡ് സംസ്കാരമാണ്. നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹോട്ടൽസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലാണ്. ഇത് എവിടെ മുക്കിന് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്നു. തിരുവനന്തപുരത്ത് പരുത്തിപ്പാറ ഏരിയയിലിട്ടൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ആയി കഴിഞ്ഞാൽ 30-35 ഹോട്ടൽ തട്ടുകടകളും അതുകൂടാതെ ഹോട്ടൽസ് ഇതെല്ലാം വർക്ക് ചെയ്യും. അത്രത്തോളം ആൾക്കാർ വെളിയിൽ നിന്ന് ആഹാരം കഴിക്കുകയും ചെയ്തു. വല്ലപ്പോഴൊക്കെ ചെയ്യുന്ന കുഴപ്പമില്ല. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ആൾക്കാരുണ്ട്. പക്ഷേ അത് ഇത്രത്തോളം ഒരു തട്ടുകട സംസ്കാരവും ഇത്രത്തോളം ഹോട്ടലുകളിൽ നിന്ന് മാത്രം ഫുഡ് കഴിക്കുന്നവരും ഒന്നും വളരെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇതൊരു കേരളീയരുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. വീടുകളിൽ ഫുഡ് വെക്കുന്നത് കുറഞ്ഞോ എന്നുള്ള അറിയത്തില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിലോ അല്ലെങ്കിൽ വലിയ നഗരങ്ങളിലൊക്കെ ഇപ്പോൾ പിള്ളേർ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൻ്റെ ഇതാണ്. അവരിപ്പോൾ 2 ഇഡ്ഡലിയും ഒരു ഇച്ചിരി ചമ്മന്തിയും സാമ്പാറും കൂടെ പൊതിഞ്ഞൊരു പാഴ്സൽ ഓർഡർ എഴുതി കഴിഞ്ഞാൽ അതിന് യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഒരു 30 രൂപ ആകുന്നുണ്ടെങ്കിൽ ഒരു ഡെലിവറി സിസ്റ്റം വഴി ഒരു 150 രൂപ കൊടുത്ത് വാങ്ങാൻ അവർക്ക് മടിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വ്യവസായങ്ങളെല്ലാം തഴിച്ചു പടരുന്നു ഫാസ്റ്റ് ഫുഡ് സംസ്കാരം. ഇത് നോൺ കമ്മ്യൂണിക്കൽ ഡിസീസുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. നിങ്ങൾ സമ്മതിക്കുമെന്ന് അറിയില്ല. ഞാൻ മറ്റു സ്ഥലങ്ങളൊക്കെ സംസാരിച്ചു. ഇത്രത്തോളം ഹോട്ടലുകളില്ല. മുക്കിന് നമുക്ക് ഒരുപാട് ഫാസ്റ്റ് ഫുഡ് കടകൾ അല്ലെങ്കിൽ നാടൻ തട്ടുകൾ, പേരുകളൊക്കെ നാടൻ എന്നൊക്കെയാണ്. പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള സംസ്കാരത്തിലുള്ള ഒരുപാട് ഹോട്ടലുകളൊക്കെ തുറന്നു വരുന്നതാണ്. പിന്നെ നാലാമതായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത് ഇൻഡസ്ട്രിയലൈസേഷൻ നമുക്ക് വളരെ കുറവ്. ഇൻഡസ്ട്രിയലൈസേഷൻ ഇല്ല. വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നയമില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആൽക്കഹോളിസം അല്ലെങ്കിൽ ലോട്ടറിയിൽ നിന്നൊക്കെ ഉള്ള വരുമാനങ്ങൾ മാത്രമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നയം നമ്മൾ വരണം. കൂടുതൽ ജോബ് ജനറേഷൻ ഇവിടെ നമുക്കുണ്ടായാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കതൊരു വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ അവിടെ ഇൻഡസ്ട്രീസിനെ പ്രോത്സാഹിപ്പിക്കുക. ഒരു മാർക്കറ്റിംഗ് മാനേജർ പോലെയാണ് ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നത്. അവരെ കൊണ്ടുവരികയും അവർക്ക് വേണ്ട നയങ്ങൾ കൊടുക്കുകയും പിന്നെ അവരൊരു സോളാർ ഒക്കെ വെക്കുക. അപ്പോൾ തമിഴ്നാട്ടിൽ തന്നെയാണെങ്കിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങി അതിൻ്റെ ചുറ്റുവട്ടത്ത് 2 നമ്മുടെ ഇതാക്കില്ല സോളാർ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിൻഡ് മില്ലുകൾ വെക്കുക. അല്ല സോളാറല്ലേ വെക്കുക, വിൻഡ് മില്ലുകൾ വെച്ചാൽ മാത്രമേ ഇൻഡസ്ട്രിക്ക് അനുവാദം കൊടുക്കത്തുള്ളൂ. അങ്ങനെ കറണ്ട് ജനറേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ കാണാറുണ്ട്. ഇൻഡസ്ട്രികളെ ഒരുപാട് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നയം നമ്മുടെ കേരളത്തിലില്ല. അത് നമ്മൾക്കൊരു വലിയ ശാപമാണ്. അത് നമ്മൾ എങ്ങനെയായാലും അത് വളർത്തിയെടുത്തില്ലെങ്കിൽ നമുക്ക് ഭാവിയിലേക്കൊക്കെ അത് വളരെ ദോഷം ചെയ്യും. അത് ഞാൻ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നോട്ട് ചെയ്യുമ്പോൾ കണ്ടാണ്. തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ എന്തോരം ഇൻഡസ്ട്രീസാണ് അവർ തുടങ്ങുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ജോബ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അതുമാത്രമല്ല നമ്മൾ കർണാടകത്തിൽ ചെല്ലുവാണെങ്കിൽ നമുക്ക് പലതും ഫ്രീ ആണ്. ഇലക്ട്രിസിറ്റി ഫ്രീ ആണ്. സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ടിൽ കർണാടകത്തിൽ ആധാർ കാണിച്ചാൽ ഫ്രീ ആണ്. ഇവിടെ നമ്മളതെല്ലാം കൂട്ടി കൊണ്ടുവരും. നമ്മളിങ്ങനെയുള്ള ഇൻഡസ്ട്രികൾ വന്നാൽ മാത്രമേ ഗവൺമെൻറ് പൈസ ഉണ്ടാകത്തുള്ളൂ. ഗവൺമെൻറ് പോളിസി പരമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാശുകൾ കൊടുത്തിട്ട് ഗവൺമെൻറ്റിന് അത് ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ട്രാൻസ്പോർട്ടിലൊക്കെ ഫുൾ ഫ്രീ ആണ് സ്ത്രീകൾക്ക്. അത് അവിടുത്തെ ഉള്ളവർക്കാണ്. ആധാർ കാണിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഫ്രീ ആയിട്ട് പോകും. ഈ സിസ്റ്റം നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. കേരളത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇൻഡസ്ട്രികളിലെ ഒരഭാവം നമ്മൾ വളരെയധികം കുറവുണ്ട്. പിന്നെ 5ാമതായിട്ട് ഞാനൊന്ന് പറയുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ കാര്യമാണ്. വിദ്യാഭ്യാസം ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കുന്നത്. നമുക്ക് ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ ഉണ്ട്. ഭാവിയിൽ ഇപ്പോൾ ഒരു 5-10 വർഷത്തിനിടയ്ക്ക് നമ്മളിത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്കോ റോബോട്ടിക്കിലേക്കോ മെഷീൻ ലേണിങ്ങിലേക്കോ ഒക്കെ തിരിയുമ്പോൾ അങ്ങനെയുള്ള കോളേജുകൾ, തൊഴിലുൽപാദനപരമായ കോളേജുകൾ, അതുപോലെ പെരുമാറ്റ വൈകൃതങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ നല്ല സ്വഭാവങ്ങൾ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കേണ്ടതുണ്ട്.
അല്ലാതെ ഇങ്ങനെ നമ്മൾ കുറേ സബ്ജക്റ്റുകൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ കരിക്കുലമാണ്. എന്താണ് പഠിക്കുന്നതെന്ന് അറിയില്ല. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജോബുമായിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റം നമ്മളിപ്പോൾ 4 ഇയർ ഡിഗ്രി ആക്കിയപ്പോൾ തന്നെ 3 ഇയർ കിടക്കുകയാണ്. 4 ഇയറിലേക്ക് ഇതുവരെ മാറിയിട്ടില്ല, ചിലയിടത്തൊക്കെ മാറ്റി വരുന്നു. പക്ഷേ അത് ലോകവ്യാപകമായിട്ട് ഇപ്പോൾ വിദേശ സർവകലാശാലയിലൊക്കെ പഠിക്കണം നമുക്കൊരു 4 ഇയർ ഡിഗ്രി കിടക്കും. വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അടിയന്തരമായിട്ടുള്ള മാറ്റം. പിന്നെ അടുത്ത 6ാമതായിട്ട് ഞാൻ പറയാനുള്ള മാലിന്യ സംസ്കരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ഇതിനകത്തൊന്നും ഒരു ഇതില്ല. നമ്മൾ ആദ്യം ഒരു കാര്യം കുഴിച്ച് തുടങ്ങും. മാലിന്യ സംസ്കരണമോ നമ്മൾ വലിച്ചെറിയുന്നതിലോ വേസ്റ്റുകൾ കൊന്നുകൂടുന്നതിലോ ഒന്നും നമുക്ക് യാതൊരു കാര്യമില്ല. ഉപഭോക്തൃ സംസ്കാരം കൂടെ ആയതുകൊണ്ട് നമ്മൾ വാങ്ങുന്ന പാഴ്സലുകളിലേക്കുള്ള വേസ്റ്റുകൾ ഓരോ വീട്ടിലും തന്നെ ഒരുപാട് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊന്നും നമുക്ക് സംസ്കരിക്കാനുള്ള സിസ്റ്റം ഇല്ല. നമ്മൾ വലിച്ചെറിയുന്നു, നമ്മുടെ വീടിൻ്റെ വെളിയിലോട്ട് വലിച്ചെറിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ശരിക്കും നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ചൈനയിലോ ജപ്പാനിലോ ചെയ്യുന്ന പോലെ അടിസ്ഥാനപരമായി ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ഓറിയൻറ്റ് ചെയ്ത് അവരെ പഠിപ്പിച്ച് ചെറുപ്പകാലം പോലെ കൊണ്ടുവന്നാൽ മാത്രമേ മാലിന്യ സംസ്കരണത്തിനൊക്കെ നമ്മൾ കതിരെ കൊണ്ട് വളർത്തുന്നത് പോലെ ചില കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. മാലിന്യ സംസ്കരണത്തിലൊക്കെ നമ്മൾ അമ്പേ പരാജയമാണ് കേരളം എന്ന് പറയാം. അതുപോലെ തന്നെ ഇത് നമ്മൾ മാലിന്യ സംസ്കരണത്തിനായിട്ട് വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്തില്ലെങ്കിൽ കേരളം ഒരു കുപ്പക്കൂമ്പാരമായിട്ട് തീരുമെന്നുള്ളതിന് ഒരു സംശയമില്ല. പിന്നെ 7ാമതായിട്ട് നമുക്ക് വിദേശ വിദ്യാഭ്യാസത്തോടൊക്കെയുള്ള അമിതമായ കമ്പമാണ്. നമ്മുടെ കുട്ടികളുടെ വിദേശത്ത് പോയാലെല്ലാം രക്ഷപ്പെടുമെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. പൂനെയിലും ബോംബെയിലും പഞ്ചാബിലും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ അമിതമായ ചിന്തയാണ്. എങ്ങനെയും വിദേശത്ത് പോയാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ള ചിന്താഗതിയിൽ ഇല്ലാത്ത കടക്കാടം വരെ വിറ്റ് പൈസ കൊടുത്ത് അയക്കുന്ന ഒത്തിരി മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. അതേസമയം ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളും കാര്യങ്ങളും സ്റ്റാർട്ടപ്പും ഒക്കെ ചെയ്യാം. പക്ഷേ അതിന് നമ്മൾ മുതിരുന്നില്ല. നമ്മൾ നല്ല മിടുക്കുള്ള കുട്ടികൾ പോലും വിദേശത്തേക്ക് പോകുന്നു. അല്ലെങ്കിൽ നല്ല നല്ല ടെസ്റ്റുകൾ എഴുതാൻ കഴിവുള്ള കുട്ടികളെ പോലും ഒരു പ്രീ ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയും കാശ് കൊടുത്ത് അവനെ വിദേശത്തേക്ക് വിടുന്ന ഒരു സംസ്കാരം നമ്മളുടെ ഇടയിൽ വ്യാപകമായിട്ടുണ്ട്. ഇത് മലയാളിക്ക് പ്രത്യേകിച്ചുള്ളതാണ്. മറ്റ് സംസ്കാരങ്ങളൊന്നും ഇത്രമാത്രം കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു വിദേശ വിദ്യാഭ്യാസത്തിനുള്ള ക്രേസോ കാര്യങ്ങളോ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എന്നാൽ ഇത്രത്തെ ഒരു ക്രേസ് മലയാളിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് പിന്നെ 8ാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പരമ്പരാഗതമായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ സൂക്ഷിക്കുന്നതിൽ വളരെ വിമുഖരാണ്. പരമ്പരാഗതമായി നമുക്ക് കൈമാറി വന്ന ഒത്തിരി നല്ല നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഉദാഹരണത്തിന് കൃഷിയുടെ കാര്യം തന്നെ പറഞ്ഞാലും അതെല്ലാം നമ്മളിപ്പം നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ബ്രിട്ടനിൽ പോലും പരമ്പരാഗതമായ കാര്യങ്ങൾ, അത് പഴമയുടെ കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് പുതുമയിലേക്ക് പോകുന്നത്. പരമ്പരാഗതമായി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കൃഷിയിലും കാര്യങ്ങളിലൊക്കെ അറിവുണ്ട്. ഇതിനെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ടുള്ള നമുക്ക് 2 കൃഷിയുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പരമ്പരാഗതമായ കാര്യങ്ങളെല്ലാം നമ്മൾ തൂത്തെറിയുന്ന ഒരു സംവിധാനമുണ്ട്. ഇതിനൊക്കെ പ്രിസർവ് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രമിച്ചില്ലെങ്കിൽ നമുക്ക് വളരെ കുറവുണ്ട്. 9ാമതായിട്ടൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ നമുക്ക് ബാഹ്യമായ കൾച്ചറുകളിലാണ് പ്രധാനം. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ ഒരാളൊരു കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാളത് ചിലപ്പോൾ കച്ചി വെച്ചൊക്കെ മൂടിയിടും. നമ്മൾ ഓടാത്ത ഒരു കാറാണെങ്കിലും കൊണ്ടുവന്നതിന് മുമ്പിൽ ഒരു വീടിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കും. പ്രദർശനപരതയിൽ നമ്മൾ കൂടുതൽ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. പ്രദർശനപരതയിലൊന്നും കാര്യമില്ല. വാസ്തവത്തിൽ ആന്തരികമായി എന്തുണ്ട്, ഇന്റേണലായിട്ട് എന്തുണ്ടെന്നുള്ളതിലൊക്കെയാണ് കാര്യം. ഇങ്ങനെയുള്ള സിസ്റ്റത്തിൽ ആന്തരികമായി നമ്മളെ വളർത്താനും ഒക്കെ ഒരു സംഭവമാണ്. പുറമേയുള്ള ബാഹ്യ മോഡുകൾ കഴിഞ്ഞ് അപ്പുറത്തവൻ കാണിക്കുന്ന പോലെ അപ്പുറത്തവൻ്റെ കാട്ടിൽ വലിയ നമ്മൾ ഇടുങ്ങി താമസിക്കുന്നുണ്ടുള്ള മലയാളികൾ അടുത്തടുത്ത് താമസിക്കുന്നുണ്ടുള്ള ഒരു കുഴപ്പമാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ ഒത്തിരി ദൂരോട്ടൊക്കെയാണ് വീടുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് പ്രത്യേകം മലയാളിയുടെ ഒരു മാത്രമാണ്. മറ്റു അയൽക്കാരെ നോക്കിയിട്ട് നമുക്ക് അപ്പുറത്തായില്ലെങ്കിൽ അങ്ങനെ സ്ട്രെസ്സൊക്കെ ബാധിച്ച് ആൽക്കഹോളിസമൊക്കെ കൂടുന്നതെന്നുള്ളതാണ് ഒരു മലയാളിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഇത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പ്രദർശന പരതയിൽ മുഴുകി ജീവിക്കുന്ന ഒരു സമൂഹം. അതുപോലെ നമുക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് വാല്യൂ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വാല്യൂ അഡീഷന് വേണ്ടി നമ്മൾ ചെയ്യുന്നില്ല. അത് നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സുകൾ ഉണ്ടെങ്കിലും വാല്യൂ അഡീഷൻ ചൈനയിലും ഒക്കെ ചെയ്യുന്ന പോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. തേങ്ങ ഉണ്ടെങ്കിൽ തന്നെ അതിന് പല പ്രൊഡക്ട്സും അതിൻ്റെ തേങ്ങ അതൊക്കെ ഇൻഡസ്ട്രീസ് ആക്കി മാറ്റാതെ വാല്യൂ അഡീഷൻ നടത്താനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. കുട്ടികളെ മോറലായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഗുരുനാഥന്മാരെയൊക്കെ റെസ്പെക്ട് ചെയ്തിരുന്ന തലമുറ ഉണ്ടായിരുന്നു. ആ തലമുറകളൊക്കെ ഇപ്പോൾ വിട്ടു പോവാണ്. അതെല്ലാം കേരളത്തിൽ നമുക്ക് തിരികെ കൊണ്ടുവരണം. ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളും ചെന്ന് കഴിഞ്ഞാൽ അവർ എൽഡേഴ്സിനെയൊക്കെ എന്ത് റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് കാലിൽ 1 വയസ്സ് മൂത്ത ഒരാളെ വീണ് അതിൽ അയാളുടെ കാലേ വീണ് നമസ്കരിക്കുന്ന സ്റ്റേറ്റുകൾ പോലും ഉണ്ട്. അത്രമാത്രം എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്ത് ഈ റെസ്പെക്റ്റുകളെല്ലാം നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെയധികം കുറഞ്ഞു വരുന്നു. ഗുരുനാഥന്മാരെ ഇപ്പോൾ മാതാപിതാ ഗുരുദൈവം പറഞ്ഞിട്ട് കാര്യമില്ല. മാതാപിതാ ഗുരു എന്നുള്ളത് മാറ്റി ഗൂഗിൾ ദൈവം, ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്താൽ കിട്ടുന്നുണ്ട്. ഗുരുക്കന്മാരെ റെസ്പെക്ട് ഇല്ലാത്ത കാലങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പൊതുവേ ലോകത്തൊക്കെ അങ്ങനെയാണ്. പക്ഷേ നല്ല ആ റെസ്പെക്ട്ഫുള്ളായ ഒരു തലമുറ കേരളത്തിൽ നിന്നെല്ലാം
അപ്രത്യക്ഷമാകുന്നു എന്ന് മാത്രം ഞാൻ പെട്ടെന്ന് എടുത്തെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ഫിനാൻഷ്യൽ നോളജിൻ്റെ അറിവ്, ഇപ്പോൾ ഒരു 10-11ാമത്തെ പോയിന്റായിട്ട് ഫിനാൻഷ്യൽ നോളജിൻ്റെ അറിവ്, നമ്മൾ വിദേശ UP-യിലൊക്കെ ചെല്ലുവാണെങ്കിൽ ഷെയർ മാർക്കറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചും ഒക്കെ ആയിരിക്കും അവരുടെ ഡിസ്കഷൻ. നമ്മുടെ കേരളത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ഡിസ്കഷൻ ഇല്ല. നമുക്കിപ്പോഴും പരമ്പരാഗതമായ ചിട്ടി അല്ലെങ്കിൽ ബാങ്ക് ഡിപ്പോസിറ്റ് ഇതൊക്കെ അറിയത്തുള്ളൂ. പക്ഷേ നല്ല വർദ്ധവമായ ഫിനാൻഷ്യൽ മാനുവലിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലേക്ക് ഓരോ പെട്ടിക്കടകളിൽ പോലും ഇങ്ങനെയുള്ള മാറ്റേഴ്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള ഡിസ്കഷൻസോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് സേവ് ചെയ്യേണ്ടെന്നോ, ചെറിയ പൈസ ഉള്ളത് പലപ്പോഴും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു വാല്യൂ കുറഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഫിനാൻഷ്യലായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള നല്ല അവയർനെസ് കൊടുത്ത് സ്കൂൾ തലങ്ങളെ പോലെ അവെയർ ആക്കുന്നതാണ്. ഇങ്ങനെയുള്ള ധനാഗമ മാർഗ്ഗങ്ങളെ കുറിച്ച് നമുക്കറിയത്തില്ല, നമ്മളിങ്ങനെയുള്ള ഡിസ്കഷനില്ല. കുറച്ച് ഒരു ഭൂരിഭാഗം ഇല്ല, ഒരു 10% മാത്രമേ ഉള്ളൂ മ്യൂച്വൽ ഫണ്ട് ഷെയറുകളിലൊക്കെ ഡിസ്കസ്. എല്ലാം പരമ്പരാഗത മാർഗ്ഗങ്ങളിലാണ് ചെയ്യുന്നത്. അത് ഫിനാൻഷ്യൽ ലോസുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതും കേരളീയർക്ക് ഇല്ല. കേരളീയർക്ക് പലതും അറിയാമെന്ന് വിചാരിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഓഹരി വിപണിയെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങളൊക്കെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഇത് നല്ലൊരു വിദ്യാഭ്യാസം ഉള്ളൊരു സ്ഥലമാണ്, എന്നിട്ട് പോലും ഇത്രയൊക്കെ നമുക്ക് വിവരമുള്ളൂ. അത് ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യമുണ്ട് പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുമ്പോഴത്തേക്കും. ഇത് കുറച്ച് പോയിന്റ്സ് നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്തെന്നുള്ള മാത്രം. ഇത് മാത്രമല്ല, അതുമല്ല ആരാധനകളുടെ പേരിലൊക്കെ ഒരുപാട് ചൂഷണം. ഇത്രയും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാലും ചൂഷകരായിട്ടുള്ള നമുക്ക് ദൈവിക കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് തന്നെ ചൂഷണം ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മലയാളിക്ക് അവയർനെസ് ഇല്ല. ഒരു അന്ധവിശ്വാസങ്ങളിൽ ഇപ്പോഴും മുഴുകി കഴിയുന്ന ഒരു ജനതയാണ് മറ്റ് സംസ്ഥാനങ്ങളെക്കാട്ടില്ല. അവർക്ക് അവിടെ ഇപ്പോൾ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണെന്ന് വിചാരിക്കുക. ഇപ്പോഴും ഇവിടെ നമ്മളെ പല രീതിയിലും തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കും ഒക്കെ വിധേയമാക്കുന്നത് ഇപ്പോഴും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരമില്ലാത്ത ഒരു ജനമായിട്ടാണ് നമ്മളെ കാണുന്നത്. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യക്കാർ ഇവിടെ വന്ന് സൈബർ തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ട് പോകുന്നത്. അപ്പോൾ അത് ഏറ്റവും വിദ്യാഭ്യാസം ഉള്ളവനെയൊക്കെയാണ് അവർ പറ്റിച്ചുകൊണ്ട് പോകുന്നത്. അത് മലയാളിയെയാണ് അവർ നോട്ടമിടുന്നതും മലയാളികളുടെ വീടുകൾക്ക് ഒരുപാട് ഗോൾഡ് ഉണ്ടെന്നും ഒക്കെയുള്ള വിശ്വാസത്തിന്റെ പുറത്താണ്. നമ്മളിങ്ങനെ ഗോൾഡെല്ലാം സേവ് ചെയ്തതിലും വളരെ വിദഗ്ധരാണ്. ലോകത്തിൽ ഒരാളും ഇങ്ങനെ ഇത്രമാത്രം ഗോൾഡൊന്നും വാങ്ങിച്ചു കൂട്ടാറില്ല. ഇത് മലയാളികളുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. കുറേ പ്രത്യേകതകൾ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ ചർച്ച ചെയ്യുന്നുള്ളത്. നിങ്ങൾ ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് കുറേയൊക്കെ നമ്മൾ മാറേണ്ടതാണ്. നമ്മുടെ കാലത്തിനനുസരിച്ച് മാറേണ്ടതാണ്. നമ്മൾ മാറിക്കഴിയുമ്പോഴത്തേക്ക് ഒരു നല്ല സമൂഹമായിട്ട് ഇനിയും മാറും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രീസുകളെല്ലാം ഹെൽത്ത് ഇൻഡസ്ട്രീസുകളിൽ പുറകിലാണ്. പല രോഗങ്ങളും നമ്മളിങ്ങനെ മാലിന്യ സംസ്കരണത്തിൻ്റെ പുറകിലും ഒക്കെ ആയി ഉണ്ടാകുന്നുണ്ട്. നല്ലൊരു ജനതയെ വാർത്തെടുക്കാൻ നമ്മൾ വിദ്യാഭ്യാസം തന്നെ തുടക്കം മുതൽ പരിഷ്കരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു സംസ്ഥാനമായിട്ട് നമുക്കിനെ മാറ്റാം. ഇത് പലപ്പോഴും 20 MP മാത്രമുള്ള ഒരു ചെറിയ സംസ്ഥാനമാണ്. അവിടെ ഡൽഹിയൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇത് നോട്ട് ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനം. പക്ഷേ പണ്ട് ഇതിൻ്റെ ആരോഗ്യ ഇൻഡസ്ട്രീസുകളൊക്കെ വെച്ചാണ് നോട്ട് ചെയ്തത്. ഇപ്പോൾ അത് വളരെയധികം നമുക്ക് ഹുങ്ക് പറയാനായിട്ടൊന്നും തന്നെ ഇല്ല. നമ്മുടെ അഹന്തകളൊക്കെ നമുക്കൊന്ന് കുറയ്ക്കാം. നമ്മൾ ബഹുമാനത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നവരായി മാറും. ആദ്യം പറഞ്ഞ പോയിന്റ് അതാണ്. പെരുമാറുമ്പോൾ നമ്മുടെ സമൂഹം മൊത്തത്തിൽ മാറും. ഇത് എൻ്റെ ഒരു ചിന്തയാണ്. ഞാൻ പല സ്ഥലങ്ങളും സന്ദർശിച്ചു. അപ്പോൾ കേരളയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനൊരു വീഡിയോ നിങ്ങളോട്ട് തയ്യാറാക്കുന്നുള്ളൂ. നമുക്ക് മാറാം, നമുക്ക് കൂട്ടായിട്ട് മാറിയാൻ പറ്റും. ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുക. ചെറിയ ഡിസ്കഷൻ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി നമുക്ക് ഈ ഒരു സംഭവത്തെ മാറ്റിയെടുക്കാം. ധനപരമായിട്ട് പോലും എല്ലാ രീതികളും നമുക്ക് മാറേണ്ടതുണ്ട്. ആത്മഹത്യാ പ്രവണതകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നുണ്ട്. അതുപോലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ ഞാൻ പറഞ്ഞു, ഹാർട്ട്, ഷുഗർ, പ്രഷർ, ഇതെല്ലാം മലയാളിക്കാണ് ഇപ്പോൾ കൂടുതൽ. അതിന് നമ്മൾ കുറച്ചെടുക്കേണ്ടത്. വ്യായാമം ഇല്ലാത്ത ഒരു ജനത വളർന്നു വരുന്നുണ്ട്. അതുകൂടെ ഒരു പോയിന്റാണ്. വ്യായാമം ഇല്ലാത്തൊരു തലമുറ കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. ഇപ്പോഴും ഓടുന്ന 60 വയസ്സുള്ളവരാണ്. ചെറിയ പ്രായത്തിൽ പണ്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. പണ്ട് ഞങ്ങളെ കുട്ടിക്ക് പോലും ക്രിക്കറ്റ് വൈകിട്ട് ഒരു 7 മണി വരെ കളിച്ചിരുന്ന എന്തെല്ലാം കളികൾ, 70s കളി, അങ്ങനെ പല കളികൾ, ശരീരപരങ്ങളുള്ള കളികൾ, അതെല്ലാം സമൂഹത്തിൽ അപ്രത്യക്ഷമായി. അതുമൊക്കെ കേരളീയ ജനതയുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകതയാണ്. മറ്റു സ്ഥലങ്ങളിലെല്ലാം ഇത് പിള്ളേർ കളിക്കുകയും കോമൺ പാർക്കുകളിൽ കളിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജനതകളിലെ കുട്ടികൾ ഇങ്ങനെയുള്ള വ്യായാമം ലെവലും പിടിയിലും അടങ്ങിപ്പോകുന്നു. ഇതൊരു പ്രധാന പോയിന്റാണ് കേരളത്തിൻ്റേത്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പഠിക്കുക മാത്രം പറയാതെ നമ്മൾ കുട്ടികളെ വ്യായാമത്തിനായിട്ട് ഇറക്കി വിടണം. ഇത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. പഠിക്കൂ എന്ന് പറഞ്ഞ് നമുക്ക് വ്യായാമം കൊടുക്കാതിരിക്കുന്നത്. ആയുസ്സും ശരീരവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പഠിച്ചതിന് പ്രയോജനമുള്ളൂ. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ കുറച്ച് പോയിന്റുകൾ കേരളീയരുടെ പ്രത്യേകതകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ പ്രോത്സാഹിപ്പിക്കും. നന്ദി, നമസ്കാരം.